തൃശൂർ ഇരങ്ങാലക്കുടയിൽ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ 150 കോടിയുടെ നിക്ഷേപ തട്ടിപ്പ്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ സ്വീകരിച്ച ശേഷം ഉടമകൾ മുങ്ങിയെന്നാണ് പരാതി. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത്. 32 പേരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിപ്പുകാരായ ബിബിൻ കെ ബാബു, ഭാര്യ ജയിത, ബിബിന്റെ സഹോദരന്മാരായ സുബിൻ കെ ബാബു, ലിബിൻ എന്നിവരുടെ പേരിൽ പോലീസ് 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികൾ ഒളിവിലാണ്. $10 ലക്ഷം നിക്ഷേപിച്ചാൽ പ്രതിമാസം 30,000 മുതൽ $1,00,000 രൂപ വരെ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ബില്യൺ ബീസ് എന്ന ഷെയർ ട്രേഡിംഗ് സ്ഥാപനത്തിനെതിരെയാണ് പരാതി. 32 പേരുടെ പരാതിയിൽ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായ ബിബിൻ കെ ബാബു, ഭാര്യ ജേത, സഹോദരൻ സുബിൻ കെ ബാബു, ലിബിൻ എന്നിവരുടെ പേരിൽ പോലീസ് 4 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 32 പേരിൽ നിന്നായി 150 കോടിയിലേറെ രൂപ ബില്യൺ ബീസ് ഉടമകൾ തട്ടിയെടുത്തെന്നാണ് പരാതി. ആദ്യകാലങ്ങളിൽ നിക്ഷേപകർക്ക് കൃത്യമായി ലാഭവിഹിതം നൽകിയിരുന്നു. ഇതോടെയാണ് സ്ഥാപനത്തിൽ വിശ്വാസമർപ്പിച്ച് കൂടുതൽ പേർ പണം നിക്ഷേപിച്ചത്. എന്നാൽ പിന്നീട് നിക്ഷേപകർക്ക് പലർക്കും പണം തിരികെ കിട്ടാതായി. ആളുകൾ പണം ആവശ്യപ്പെട്ടെത്തുന്നത് പതിവായതോടെ മാസങ്ങൾക്ക് മുമ്പ് അത്യാഡംബരപൂർവ്വം നിർമ്മിച്ച സ്ഥാപനം അടയ്ക്കുകയായിരുന്നു. ചാലക്കുടി റോഡിൽ വിശ്വനാഥപുരം ക്ഷേത്രത്തിന് എതിർവശത്തും ഇവരുടെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു. ഇതും അടച്ചതോടെയാണ് നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. ഞാനൊരു 10 ലക്ഷം രൂപയുടെ നിക്ഷേപം സെപ്റ്റംബർ 23-നാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് 4 മാസം കറക്റ്റായിട്ട് അവർ ബാങ്കിലേക്ക് തന്നിരുന്നു. അതിനുശേഷം ഡിലേ വന്ന് ചോദിച്ചിട്ട് 1-2 പ്രാവശ്യം അവർ നമ്മൾ 10 പ്രാവശ്യം ചോദിച്ചതിന് ശേഷമൊക്കെയാണ് 1-2 പ്രാവശ്യം തന്നത്. അതിനുശേഷം പരിപൂർണമായും ആ പൈസ അവർ തരാതിരിക്കുകയും പിന്നെ എല്ലാം കൂടി സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അവർ മുങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം നമ്മളുടെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 150 പേരെ ആളുകൾ ആ ഗ്രൂപ്പിലുണ്ട്. അതിൽ പലരും കോടികൾക്ക് മേലെ നിക്ഷേപം ഇട്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ ഡിസംബർ 14-ാം തീയതി SP-ക്ക് നേരിട്ട് പരാതി കൊടുക്കുകയാണ് ഉണ്ടായത്. ലാഭവിഹിതം മുടങ്ങിയതോടെ നിക്ഷേപകർ പണം തിരികെ ചോദിച്ചെത്തിയപ്പോൾ ബില്യൺ ബീസ് ഉടമകൾ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. പണം ലഭിക്കാനുള്ള നിക്ഷേപകരുടെ വാട്സപ്പ് കൂട്ടായ്മയ്ക്കും രൂപം നൽകിയിട്ടുണ്ട്. 150ഓളം പേർ ഇപ്പോൾ തന്നെ കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. പ്രതികളുടെ അക്കൗണ്ടുകൾ വഴിയായിരുന്നു പണം സ്വീകരിച്ചത്. സ്ഥാപന ഉടമകൾ ദുബായിലേക്ക് മുങ്ങിയതായി നിക്ഷേപകർ പറയുന്നു. വരും ദിവസങ്ങളിൽ സ്ഥാപനത്തിനെതിരെ നിരവധി പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസ് കണക്കുകൂട്ടൽ. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 തൃശൂർ.